ഹരി ഓം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ഓം. നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമൊക്കെ ധാരാളം കഥകളുണ്ടല്ലോ. അവയെല്ലാം എന്തെങ്കിലും ഒരു സന്ദേശം നൽകാനായിട്ടാണ് പറയുന്നത്. ഈ കഥ കേൾക്കുന്നതിന്റെ കൂടെ അതിലുള്ള സന്ദേശം കൂടെ മനസ്സിലാക്കിയാലേ അതുകൊണ്ട് പ്രയോജനം ലഭിക്കുകയുള്ളൂ. അതിൽ ഒരു കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ആ കഥയുടെ സന്ദേശം എന്താണെന്ന് നമുക്ക് നോക്കണം. മഹാഭാരതത്തിലുള്ള ഏകലവ്യന്റെ കഥ, അതാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അത് കഥ മിക്കവാറും എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഏകലവ്യൻ ഒരു നിഷാദകുമാരനായിരുന്നു. നിഷാദൻ എന്ന് പറഞ്ഞാൽ കാട്ടിൽ വേട്ടയാടി ജീവിക്കുന്ന ഒരു കൂട്ടരാണ് നിഷാദൻ എന്ന് പറയുന്നത്. ആ ഏകലവ്യന് ലോകത്തിലെ ഏറ്റവും മികച്ച വില്ലാളിയാകണമെന്നായിരുന്നു ആഗ്രഹം. അമ്പും വില്ലും ഉപയോഗിച്ചാണല്ലോ അവരുടെ നായാട്ടും ഇതെല്ലാം നടത്തുന്നത്. അതിൽ തന്നെ ഏറ്റവും മികച്ച ഒരു വില്ലാളിയാകണമെന്നായിരുന്നു ഏകലവ്യന്റെ ആഗ്രഹം. അതിന് ഏറ്റവും പറ്റിയ ഗുരു ദ്രോണാചാര്യരാണെന്ന് മനസ്സിലാക്കിയിട്ട് ദ്രോണാചാര്യരുടെ അടുത്ത് നിന്ന് തന്നെ ധനുർവിദ്യ പഠിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. എന്നാൽ കൗരവരും പാണ്ഡവരെയും എല്ലാരെയും അഭ്യസിപ്പിക്കുന്ന തിരക്കിലായിരുന്നതുകൊണ്ട് ദ്രോണർ അദ്ദേഹത്തെ ശിഷ്യനെ സ്വീകരിക്കാൻ സമ്മതിച്ചു. രാജകുമാരന്മാരുടെ കൂടെ ഇരുത്തി എന്തായാലും പഠിപ്പിക്കാൻ പറ്റില്ല. പ്രൈവറ്റ് ആയിട്ട് ട്യൂഷൻ എടുക്കാമെന്ന് വെച്ചാൽ അതിനുള്ള സമയവുമില്ല. അത് തന്നെയല്ല, ഫുൾ ടൈം ഇതിനു വേണ്ടിയിട്ട് എന്നെ ഭീഷ്മാചാര്യർ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിച്ചിരിക്കുന്നതുമാണ്. അതുകൊണ്ട് ഏകലവ്യനെ പഠിപ്പിക്കാൻ ദ്രോണാചാര്യർക്ക് സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അത് നിരസിച്ചു. പക്ഷേ ദ്രോണരുടെ നിരസിക്കലുകൊണ്ട് തളരാതെ ഏകലവ്യൻ കാട്ടിലേക്ക് മടങ്ങി. അവിടെ ദ്രോണാചാര്യന്റെ ഒരു മണ്ണുകൊണ്ട് ഒരു പ്രതിമയുണ്ടാക്കി വെച്ചിട്ട് അതിനെ ഗുരുവായി സങ്കല്പിച്ച് കഠിനമായിട്ട് പരിശീലിക്കാൻ തുടങ്ങി. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഏകലവ്യൻ നല്ലൊരു വില്ലാളിയായി മാറി. ഒരിക്കൽ നായാട്ടിനായി പാണ്ഡവരും കൗരവരും എല്ലാവരും കൂടെ നായാട്ടിന് പോകുമ്പോൾ കൂട്ടത്തിൽ പട്ടികളുണ്ടാവുമല്ലോ, നായാട്ട് നായ്ക്കളുണ്ടാവും. ആ പട്ടികളുടെ ശബ്ദം കേട്ടിട്ട് സഹിക്കാൻ വയ്യാതെ നായയെ കാണാതെ തന്നെ അതിന്റെ ശബ്ദം മാത്രം ലക്ഷ്യമാക്കി അതിന്റെ വായിൽ 5 അമ്പുകൾ എയ്ത് ആ നായയെ നിശബ്ദനാക്കി. ആ പട്ടിയാണെങ്കിൽ വേദന കൊണ്ട് പുളഞ്ഞ് ഓടിത്തിരിച്ച് ഇവരുടെ അടുത്തെത്തി. അപ്പോൾ ഇവർക്ക് ഭയങ്കര അത്ഭുതമായി. അപ്പോൾ അർജുനന് തോന്നി, താനാണ് ഇതുവരെ ഏറ്റവും മികച്ച വില്ലാളി എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ അത് പോകുമല്ലോ, അതിനൊരു ഭീഷണിയാകുമല്ലോ എന്ന് വിചാരിച്ച് നേരെ ചെന്ന് ദ്രോണരെ അറിയിച്ചു. അപ്പൊ ദ്രോണാചാര്യനും വന്നു. ഏകലവ്യനെ കണ്ട് എന്താണ് സംഭവിച്ചതെന്നൊക്കെ ചോദിച്ചു. ഏകലവ്യൻ പറഞ്ഞു, ഇങ്ങനെ ഒരു മൺപ്രതിമയുണ്ടാക്കി വെച്ചിട്ട് അങ്ങയുടെ എന്റെ ശിഷ്യനായി ഞാൻ സ്വയം അഭ്യസിച്ചിട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ ദ്രോണർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഗുരുദക്ഷിണ തരണം. ഗുരുദക്ഷിണയായിട്ട് വലത്തെ കൈയുടെ തള്ളവിരൽ വേണം എന്ന് പറഞ്ഞു. തള്ളവിരല്, അതും വലത്തെ കൈയുടെ തള്ളവിരൽ പോയ കഴിഞ്ഞാൽ പിന്നെ അമ്പ് ചെയ്യാനോ ഒന്നിനും പറ്റുകില്ല, വളരെ വിഷമമാകുമല്ലോ എന്നൊക്കെ അറിഞ്ഞിരുന്നിട്ടും ഏകലവ്യൻ യാതൊരു മടിയും കൂടാതെ വിരൽ മുറിച്ചു നൽകി. ഇതാണ് കഥ. അപ്പോ ഇങ്ങനെ ഒരു കഥ പറയുമ്പോൾ അതില് നമ്മള് ദ്രോണാചാര്യന്റെയോ ഏകലവ്യന്റെയോ ഒന്നും ഒരു ക്യാരക്ടർ അനാലിസിസിനായിട്ടല്ല നമ്മളിവിടെ നോക്കുന്നത്. ഈ കഥയിൽ എന്താണ് ഒരു സന്ദേശം ഉള്ളത് എന്നാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തിനാണ് ദ്രോണാചാര്യൻ ഏകലവ്യന്റെ വിരൽ മുറിച്ചു തരാൻ ആവശ്യപ്പെട്ടത്? തന്റെ പ്രിയ ശിഷ്യനായ അർജുനേക്കാൾ നല്ലൊരു ധനുർധാരി ഉണ്ടാകാതിരിക്കാനാണോ? അങ്ങനെയാണ് പൊതുവെ എല്ലാവരും വിശ്വസിക്കുന്നത്. അതിന് ദ്രോണാചാര്യനെ വളരെയധികം കുറ്റം പറയുന്നവരുമുണ്ട്. എന്നാൽ അതിനേക്കാളും വലിയ എന്തെങ്കിലും ഒരു തത്വം ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇതില് സ്വാമി രമണചരണ തീർത്ഥർ ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഒരാൾ വേണ്ട പരിശീലനവും ലൈസൻസും ഇല്ലാതെ ഒരു AK-47 കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാല് ഗവൺമെന്റ് എന്താ ചെയ്യുന്നത്? അത് തന്നെയേ ദ്രോണാചാര്യൻ ചെയ്തിട്ടുള്ളൂ. എന്താണ് ഇതിന്റെ അർത്ഥം? ഒരു ഗുരുവിന്റെ സഹായത്തോടെ അല്ലാതെ ശാസ്ത്രം പോലും പഠിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ആയുധവിദ്യ പഠിച്ചാലത്തെ കാര്യം പറയേണ്ടതില്ലല്ലോ. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വിദ്യയാണ് ധനുർവിദ്യ അല്ലെങ്കിൽ ആയുധവിദ്യ എന്ന് പറയുന്നത്. ഒരു ഗുരുവിന്റെ അടുത്ത് നിന്ന് പഠിക്കുമ്പോൾ ശിഷ്യന്റെ
പക്വതയും കഴിവും അനുസരിച്ച് സാവകാശം സമയമെടുത്തായിരിക്കും പഠിപ്പിക്കുന്നത്. അത് പൂർണ്ണവുമായിരിക്കും, കംപ്ലീറ്റ് നോളജ് ആയിരിക്കും. അതിൽ ആയോധനകല മാത്രമല്ല, ധർമ്മവും സദ്ഗുണങ്ങളും ഒരു ഉത്തമ മനുഷ്യനാകാനുള്ള എല്ലാ കഴിവുകളും ഗുണങ്ങളും ഉൾപ്പെട്ടിരിക്കും. നിയന്ത്രണവും സ്വയം അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള വളരെ വിശദമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടാവും. ഏത് വിഷയമാണെങ്കിലും, അത് കലയായാലും ആയുധവിദ്യ ആയാലും ഏതായാലും, എങ്ങനെ തുടങ്ങണം, എവിടെയൊക്കെ വേണം അതിൻ്റെ കൺട്രോൾസ് ഉണ്ടാവേണ്ടത്, അതിനെ എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടത് എന്നെല്ലാം നല്ലപോലെ പഠിപ്പിച്ചിട്ടുണ്ടാവും ഒരു ഗുരുവാണെങ്കിൽ, ഗുരു പഠിപ്പിക്കുകയാണെങ്കിൽ. തന്നെയല്ല, ശിഷ്യന്റെ പക്വതയ്ക്കനുസരിച്ചുള്ള ശിക്ഷണമായിരിക്കും കൊടുക്കുന്നത്. എന്തുമാത്രം കഴിവുണ്ട്, എന്തൊക്കെ ചെയ്യാനുള്ള പ്രാപ്തിയുണ്ട് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചായിരിക്കും ശിക്ഷണം കൊടുക്കുന്നത്. മാത്രമല്ല, ഒരു ശിഷ്യൻ നന്നായി പഠിച്ചു എന്ന് ഉറപ്പാകുന്നത് വരെ അതൊന്നും പ്രയോഗിക്കാനുള്ള അനുമതിയും കൊടുക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രയോജനങ്ങളെല്ലാം ഉണ്ട് ഒരു ഗുരുവിന്റെ അടുത്തിരുന്ന് പഠിക്കുകയാണെങ്കിൽ. എന്നാൽ സ്വയം പഠിക്കുന്ന ഒരാൾക്ക് തന്റെ പക്വതയോ കഴിവുകളോ ഒന്നും ശരിക്കും അറിയാമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ എന്തൊക്കെ പഠിക്കണമെന്നോ പഠിച്ചതൊക്കെ എവിടെ എപ്പോൾ ഏതളവിൽ പ്രയോഗിക്കണമെന്നോ ഉള്ള അറിവുണ്ടാവില്ല. അതിൻ്റെ മോൾ ഒരു കംപ്ലീറ്റ് കൺട്രോൾ ഉണ്ടാവില്ല, ഒരു നിയന്ത്രണം ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു കൺട്രോൾ ഇല്ലാതെ ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അത് പരിശീലനമില്ലാത്ത AK-47 കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെയായിരിക്കും. തനിക്കും മറ്റുള്ളവർക്കും സമൂഹത്തിന് തന്നെ വളരെ അപകടകരമായ ഒരു അവസ്ഥയാണിത്. പുരാണങ്ങളിൽ തന്നെ പലയിടത്തും പക്വതയും മനോനിയന്ത്രണവും ഇല്ലാതെ ഓരോ വരം നേടിയെടുക്കുന്ന അസുരന്മാരെ കുറിച്ചും രാക്ഷസന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പല പല കഥകളും ഉണ്ട് ഇതിൽ. ഇത് തന്നെ ഓർമ്മിപ്പിക്കാനായിട്ടാണ് ഇങ്ങനെ ഒരു കഥ മഹാഭാരതത്തിലും പറഞ്ഞിരിക്കുന്നത്. അസുരന്മാർ എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത, സ്വന്തം ഇഷ്ടങ്ങളും സന്തോഷങ്ങളും മാത്രം ലക്ഷ്യമായി ജീവിക്കുന്നവരാണ്. ഒരു ഇൻഫീരിയർ ഇന്റലക്ച്വൽ ആൻഡ് ഇമോഷണൽ ലെവലിൽ ഉള്ള ആൾക്കാരാണ് അസുരന്മാരും രാക്ഷസന്മാരും ഒക്കെ. വേടൻ അല്ലെങ്കിൽ നിഷാദൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ, ഈ ഒരു ക്വാളിറ്റി ഉള്ള ഒരാളെ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളവരൊക്കെ വളരെ തപസ് ചെയ്ത് വലിയ വലിയ വരങ്ങളൊക്കെ നേടിക്കഴിഞ്ഞാൽ പിന്നെ വരം കൊടുത്തവർക്ക് തന്നെ അവരെ നിയന്ത്രിക്കാൻ പറ്റാതെ വരും. നമ്മൾ കേട്ടിട്ടില്ലേ, ഭസ്മാസുരന്റെ കഥ കേട്ടിട്ടുണ്ടല്ലോ. ഭസ്മാസുരന്റെ കാര്യത്തിൽ പരമശിവനും പറ്റിയത് ഇത് തന്നെയല്ലേ. ആരുടെ തലയിലാണോ താൻ കൈവെക്കുന്നത് അയാൾ ഭസ്മമായി പോട്ടെ എന്ന വരമാണ് ഭസ്മാസുരൻ ചോദിച്ചത്. അത് ശിവനാണെങ്കിൽ കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ശിവന്റെ തലയിൽ തന്നെ വെക്കാനായിട്ട് ഓടി. അപ്പോൾ ശിവന് തന്നെ എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ വേടൻ എന്ന് പറഞ്ഞാലും വൈകാരികവും ബൗദ്ധികവുമായി, അതായത് ഇമോഷണൽ ആൻഡ് ഇന്റലക്ച്വൽ ലെവലിൽ വളരെ താഴ്ന്ന നിലയിലുള്ള ഒരു താമസ ഗുണപ്രധാനിയായ ആൾക്കാരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്കാണ് കൺട്രോൾ ഉണ്ടാകാതിരിക്കുന്നത്. ഇനി കർണന് ഗുരു പരശുരാമനിൽ നിന്ന് കിട്ടിയ ശാപവും ഇത് തന്നെയാണ്. കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഗുരുവിന്റെ അടുത്ത് നിന്ന് വളരെയധികം ശ്രദ്ധയോടും ശുശ്രൂഷയോടും കൂടിയാണ് അഭ്യസിച്ചത് കർണൻ. പക്ഷേ അവന്റെ ലക്ഷ്യവും ഉദ്ദേശവും മനോഭാവവും ഒന്നും നല്ലതല്ലായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞ പരശുരാമൻ കർണൻ ഈ കിട്ടിയ വിദ്യകളൊക്കെ അധർമ്മത്തിന് കൂട്ടുനിൽക്കാനായിരിക്കും ഉപയോഗിക്കുക എന്ന് മനസ്സിലാക്കി. എത്ര തന്നെ വീര്യവും പരാക്രമവും ഉണ്ടെങ്കിലും അതിന് ധർമ്മത്തിന്റെ പിന്തുണയുള്ളപ്പോൾ മാത്രമാണ്, അത് ധർമ്മത്തിനനുസരിച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് അത് ശൗര്യം ആകുന്നത്. ആ ഒരു ശൗര്യത്തിന് മാത്രമേ ഒരു ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ. കർണന്റെ കാര്യത്തിൽ ധർമ്മത്തിന്റെ പിന്തുണ ഉണ്ടായിരുന്നില്ല. ദുര്യോധനന്റെ അധർമ്മത്തിന് കൂട്ടുനിൽക്കാനായിരിക്കും അവന്റെ സാമർഥ്യം ഉപയോഗിക്കുക എന്നും അത് ധർമ്മത്തിനും സമൂഹത്തിനും തന്നെ അപകടമായിരിക്കുമെന്നും ത്രികാലജ്ഞാനിയായ പരശുരാമന് മനസ്സിലായി. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാനാണ് തനിക്ക് ഏറ്റവും അത്യാവശ്യമാകുന്ന അവസരത്തിൽ ഈ പഠിച്ചതൊന്നും ഉപയോഗപ്പെടാതെ പോകട്ടെ എന്ന് കർണനെ ശപിച്ചത്. അതും സമൂഹത്തെ ആപത്തിൽ നിന്നും അധർമ്മത്തിൽ നിന്നും രക്ഷിക്കാനായിരുന്നു. അതുപോലെ തന്നെ അഹങ്കാരവും മഹാനായ ഒരു ആചാര്യന്റെ പുത്രനാണെന്നുള്ള വിചാരവും കാരണം വിദ്യാഭ്യാസം പോലും നല്ലവണ്ണം പൂർത്തിയാക്കാതിരുന്ന അശ്വത്ഥാമാവിന്റെ കഥയും ഇത് തന്നെയാണ്. താൻ പ്രയോഗിച്ച ബ്രഹ്മാസ്ത്രത്തെ തിരിച്ചെടുക്കാൻ പറ്റാതെ
ചെയ്യേണ്ടി വന്ന തെറ്റിന് ശിക്ഷയായി മരണമില്ലാതെ ശരീരം മുഴുവൻ പഴുത്ത വ്രണവുമായി ചിരഞ്ജീവിയായി കഴിയേണ്ടി വരിക. ഇതായിരുന്നു അശ്വത്ഥാമാവിന് ലഭിച്ച ശിക്ഷ. ഇതും ഒരു ഗുരുവിന്റെ അടുത്ത് നിന്നും വേണ്ട വിധത്തിൽ ശിക്ഷ അഭ്യസിക്കാത്തതിന്റെ ശിക്ഷയാണിത്. ഇപ്പോഴത്തെ ഈ ആധുനിക യുഗത്തിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അടുത്ത ഇടയ്ക്ക് വായിച്ചൊരു കഥ ഓർമ്മ വരുന്നു. ഒരു കുട്ടി, ഒരു 8-9 വയസ്സുള്ള ഒരു ബാലൻ തനിക്ക് ദൂരെയുള്ള വസ്തുക്കളെ അനക്കാൻ കഴിയുമെന്ന് തിരിച്ചറിയുന്നു. ആദ്യമൊക്കെ അടുത്തുള്ള മേശയിലിരിക്കും, എല്ലാവരും കൂടെ ഇരുന്ന് ആഹാരം കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അടുത്ത മേശയിലിരിക്കുന്ന സ്പൂണുകളും ചെറിയ പാത്രങ്ങളും ഒക്കെ അനക്കാൻ നോക്കി. അത് സാധിച്ചു. അത് കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോൾ കുറെ ദൂരെയുള്ള മേശയിലും ഇരിക്കുന്ന വലിയ വലിയ സാധനങ്ങളും ഒക്കെ അനക്കാൻ പറ്റുമെന്ന് തിരിച്ചറിഞ്ഞു. പക്ഷെ അതൊക്കെ അനക്കാം, അല്ലെങ്കിൽ മേശയിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി അത് താഴെ ഇടുകയോ ഒക്കെ ചെയ്യാമെന്നല്ലാതെ അതിനെ എവിടെയെങ്കിലും വേണ്ട പോലെ എത്തിക്കാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ഒരു മേശയിൽ നിന്ന് മറ്റേ മേശയിലേക്ക് വെക്കാനോ അല്ലെങ്കിൽ തന്റെ അടുത്തേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും അടുത്ത് കൊണ്ട് കൊടുക്കാനോ അതൊന്നും പറ്റുന്നില്ല. അവിടുന്ന് അനക്കി താഴെ ഇടാൻ പറ്റും, അത്രമാത്രമേ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ബാക്കിയൊന്നും ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഈ കഴിവ് അവന്റെ കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ അറിഞ്ഞു. അവൻ ഇങ്ങനെ ഒരു കഴിവുണ്ടെന്നറിഞ്ഞു. അവര് പറഞ്ഞു, നമുക്കിത് പബ്ലിക്കായിട്ടൊന്ന് എക്സിബിറ്റ് ചെയ്യണം, എല്ലാവരെയും കാണിച്ചു കൊടുക്കണം നിന്റെ ഈ കഴിവ് എന്ന് പറഞ്ഞ് അവര് അവിടെ ഒരു മൈതാനത്ത് എല്ലാവരും കൂടെ കൂടി. അതിന്റെ മുമ്പിൽ ഒരു വലിയൊരു ഹില്ലുണ്ടായിരുന്നു, ഒരു കുന്ന് ഉണ്ടായിരുന്നു. നാട്ടുകാരെ അവനെ കളിപ്പിക്കാനായിട്ട് ചോദിച്ചു, ആ കുന്നിനെ നീക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അവൻ വളരെയൊന്നും ചിന്തിച്ചില്ല, പരിശ്രമിച്ചു നോക്കി. കുറെ പരിശ്രമിച്ചു കഴിഞ്ഞപ്പോൾ ആ കുന്ന് പതുക്കെ നീങ്ങാൻ തുടങ്ങി. ഒരു ഭൂമി കുലുക്കം പോലെ ആ സ്ഥലം മുഴുവൻ കുലുങ്ങി ആ കുന്ന് മുമ്പോട്ട് നീങ്ങി വന്നു. പക്ഷേ അവന് ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതിനെ നീക്കം തുടങ്ങി അതിനെ നിർത്താനും പറ്റുന്നില്ല, തിരിച്ചുവിടാനും പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. ആ കുന്ന് നീങ്ങി വന്ന് ആ ഗ്രാമം മുഴുവൻ മൂടി. അങ്ങനെ അത് മുഴുവൻ നശിപ്പിച്ചു. ഇതൊരു കഥയാണെങ്കിലും ഇതുപോലെ തന്നെയാണ് ഇവിടെ ഏകലവ്യന്റെ കാര്യത്തിലും സംഭവിച്ചത്. ഒരു പട്ടിയുടെ കുര കേട്ടപ്പോൾ തന്നെ അവന്റെ ക്ഷമ കിട്ടു. ആ പട്ടിയെ നിഷ്കരുണം ഉപദ്രവിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരാൾക്ക് ദിവ്യാസ്ത്രങ്ങളും മറ്റും കിട്ടിയാൽ എത്ര അപകടമായിരിക്കുമെന്ന് ദ്രോണാചാര്യർക്ക് നന്നായി മനസ്സിലായി. അതുകൊണ്ട് ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് വലത്തു കൈയുടെ തള്ളവിരൽ മുറിച്ചു മാറ്റിയത്. ഇത്രയും നന്നായി അഭ്യസിച്ച് ഇത്രയും നന്നായി പഠിക്കാൻ പറ്റുന്ന ഒരാൾക്ക് ഒരല്പം കൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ തള്ളവിരൽ ഇല്ലാതെ തന്നെ അവന്റെ ജീവിതത്തിന് ആവശ്യമായ വിധത്തിൽ ആയുധവിദ്യ ഉപയോഗിക്കാൻ പറ്റുമെന്ന് അറിയാമായിരുന്നു. വേട്ടയാടാനാണ് അവർക്ക് ആയുധവിദ്യ വേണ്ടത്. അമ്പും വില്ലും ഉപയോഗിച്ചാണ് അവർ വേട്ടയാടുന്നത്. അപ്പോൾ അതിനുള്ള സാമർഥ്യമൊക്കെ വലത്തേയുടെ തള്ളവിരൽ ഇല്ലെങ്കിലും ശീലിച്ചെടുക്കാൻ പറ്റും. എന്നാൽ വലിയ അപകടമായിട്ടുള്ള ഒന്നും ചെയ്യാൻ പറ്റുകയുമില്ല. അതായിരുന്നു ദ്രോണാചാര്യരുടെ ലക്ഷ്യം. കഠോപനിഷത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: അവിദ്യായാമന്തരേ വർത്തമാനാഃ സ്വയം ധീരാഃ പണ്ഡിതം മന്യമാനാഃ ദന്ത്രണ്യമാനാഃ പരിജന്തി മൂഢാഃ അന്ധേനൈവ നീയമാനാ യഥാന്ധാ. അജ്ഞാനത്തിൽ വർത്തിക്കുന്നവരും സ്വയം ധീരന്മാരെന്നും പണ്ഡിതന്മാരെന്നും അഭിമാനിക്കുന്ന മൂഢന്മാർ കുരുടന്മാരാൽ നയിക്കപ്പെടുന്ന കുരുടന്മാരെ പോലെ അങ്ങുമിങ്ങും അലഞ്ഞു തിരിയുകയാണ്. ഇവർ സ്വയം കുരുടന്മാരാണ്. ആ കുരുടന്മാര് തന്നെ ബാക്കിയുള്ളവരെ കുരുടന്മാരെയും കൂടെ വലിച്ചുകൊണ്ട് പോയാൽ, കണ്ണ് കാണാൻ മേലാത്തവരെ കൂടെ നയിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുക? അതായിരിക്കും ഇങ്ങനെയുള്ളവരുടെ ഗതി. ഇനി ശങ്കരാചാര്യരും പറയുന്നുണ്ട്. ശങ്കരാചാര്യൻ ഇങ്ങനെയാണ് പറയുന്നത്: അസമ്പ്രദായവിദ് സർവശാസ്ത്രവിദ് അഭി മൂർഖവത് ഏവ ഉപേക്ഷണീയ. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. സർവശാസ്ത്രങ്ങളും അറിയുന്നവനാണെങ്കിലും ശരിയായ രീതിയിൽ ഗുരുവിൽ നിന്ന് അഭ്യസിക്കാത്തവനാണെങ്കിൽ അവനെ ഒരു വിട്ടിയെ പോലെ കരുതി മാറ്റി നിർത്തുക. അവനെ ഒരു ഗുരുവായി എടുക്കാൻ പാടില്ല. അവന്റെ അടുത്ത് നിന്നൊന്നും പഠിക്കാൻ പോകരുത്. സ്വാമി പറയുന്നത് അവന് നമസ്കാരം ചെയ്ത് മാറ്റി നിർത്തിയേക്കുക, അധികമൊന്നും കൂടുതൽ ചോദിക്കാനോ പറയാനോ പോകാതിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ കഥയിൽ നിന്നും വരുന്ന സന്ദേശം. അതായത്
ഒരു ഗുരുവിന്റെ അടുത്തിരുന്ന് സിസ്റ്റമാറ്റിക് ആയി വേണ്ട വിധത്തിൽ വേണം ശിക്ഷ നേടാൻ. അങ്ങനെ നേടിയില്ലെങ്കിൽ അത് എല്ലാവർക്കും അപകടമായിരിക്കും. ഈ ഒരു സന്ദേശമാണ് ഈ കഥയിൽ നിന്നും വരുന്നത്. അല്ലാതെ ഉയർന്ന ജാതിക്കാരെ സംരക്ഷിക്കാനായിട്ടുള്ള ഒരു ചതിയായിട്ടോ അല്ലെങ്കിൽ കാട്ടുജാതിക്കാരന് നീതി നിഷേധിച്ചതായിട്ടോ ഒന്നും എടുക്കാൻ പാടില്ല. സമൂഹ സുരക്ഷയും ധർമ്മ സംരക്ഷണവും ഉദ്ദേശിച്ചുള്ള ഒരു കാര്യം മാത്രമായി എടുക്കുക. ഇതാണ് ഈ കഥയിൽ നിന്നും നമുക്ക് നേടാനുള്ള സന്ദേശം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.